ഹരി ഓം. നമസ്തേ. നമ്മുടെ സനാതനധർമ്മം വിശാലമാണെന്ന് നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. ആ വിശാലതയുടെ ഒരു ഭാഗമാണ് ഉപനിഷത്തുക്കൾ. വേദത്തിന്റെ സാരോപദേശമാണത്രേ ഉപനിഷത്ത്. ഈ ഉപനിഷത്തുക്കളെയും കടഞ്ഞെടുത്തതാണ് ഭഗവത്ഗീത എന്നാണ് പറയുക. അപ്പൊ അങ്ങനെയുള്ള ഉപനിഷത്തുകൾ, പ്രധാനപ്പെട്ട 10 ഉപനിഷത്തുകൾക്കാണ് ഭഗവാൻ ഭാഷ്യകാരൻ ശങ്കരാചാര്യര് ഭാഷ രചിച്ചിട്ടുള്ളത്. അപ്പൊ ഈ ഉപനിഷത്തിൽ എന്താണ് ഉപനിഷത്ത് വിചാരം ചെയ്യുന്നത്? ഉപനിഷത്ത് വിചാരം ചെയ്യുന്നത് ബ്രഹ്മത്തെക്കുറിച്ചാണ്. മനുഷ്യജന്മം എന്ന് പറയുന്നത് 84 ലക്ഷം യോനിയിലൂടെ ജനിച്ചു മരിച്ച അവസാനത്തിലാണ്, 84 ലക്ഷം തികയുമ്പോഴാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നത് എന്നാണ് നമ്മളുടെ പൂർവ്വസൂരികളെല്ലാം പറഞ്ഞിരിക്കുന്നു. അങ്ങനെ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞാൽ ഈ മനുഷ്യജന്മത്തിലെ ലക്ഷ്യം എന്താണ്? പുരുഷാർത്ഥമാണ്. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം. അപ്പോ ആ മോക്ഷം ലഭിക്കണമെങ്കിൽ നമുക്ക് ബ്രഹ്മത്തെക്കുറിച്ച് ബ്രഹ്മബോധം ഉണ്ടായേ പറ്റുള്ളൂ. ഈ ബ്രഹ്മത്തെയാണ് താന്ത്രികന്മാർ ശിവം എന്നെല്ലാം വിശേഷിപ്പിക്കുന്നു. അപ്പൊ ശിവം എന്ന് പറഞ്ഞാൽ ബ്രഹ്മം എന്നൊരു ബോധമാണ്. ആത്യന്തികമായ സത്യസ്വരൂപത്തെയാണ് ഇവിടെ ബോധം എന്നുള്ളത് കൊണ്ട് അർത്ഥാക്കുന്നത്, നമ്മുടെ കേവല ബോധത്തെയല്ല. ആ ബോധം നമുക്ക് ഉണ്ടാകണമെങ്കിൽ 2 രീതിയിലാകാം എന്നാണ് ഈ ധർമ്മം നമ്മളോട് പറയുന്നത്. അതിന് മാർഗങ്ങളും പലതാണ്. ഒന്ന് വിവേചിച്ചറിഞ്ഞുകൊണ്ടും ഒന്ന് പഠിച്ചുകൊണ്ടും. ഇതിനെ വിവേകജം, ബ്രഹ്മജം എന്നൊക്കെ പറയും. തന്ത്രത്തെ സംബന്ധിച്ച് വിവേകജത്തിനാണ് പ്രാധാന്യം. സ്വന്തം അനുഭവ തലത്തിൽ കൊണ്ടുവരിക എന്നുള്ളതാണ് തന്ത്രം. അതാണ് വിവേകജം. ബ്രഹ്മജം എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ച് ഗുരുമുഖത്തുനിന്ന് കേട്ട് അല്ലെങ്കിൽ പുസ്തകങ്ങളിലൂടെ ഒക്കെ നമുക്ക് വായിച്ച് മനസ്സിലാക്കി വിചാരം ചെയ്തുകൊണ്ട് ബ്രഹ്മത്തെ അറിയാമെന്നാണ്. വേദാന്തം പറയുന്നത് ശാസ്ത്രത്തിലൂടെ അറിയുന്നതിനൊരു പരിധിയുണ്ട്. അതുകൊണ്ട് ഉപനിഷത്ത് വിചാരം മാത്രമാണ് ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗം എന്നാണ്. എന്നാൽ തന്ത്രം പറയുന്നത് ഉപനിഷത്തിലൂടെ ആ കേട്ടറിവ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിന്റെ അപ്പുറം അനുഭവത്തിൽ കൊണ്ടുവരണമെങ്കിൽ തന്ത്രത്തിന്റെ ശാസ്ത്രീയ വശം തന്നെ വേണമെന്നാണ്. അപ്പൊ രണ്ട് കാഴ്ചപ്പാട്, 2 റൂട്ടാണ്. ഏത് വഴിക്ക് പോയാലും നമുക്ക് എത്തേണ്ടടുത്ത് എത്താം എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിൽ ഏത് മാർഗവും നമുക്ക് സ്വീകരിക്കാം. അതിനുള്ള സ്വാതന്ത്ര്യം സനാതന ധർമ്മം നമുക്ക് നൽകുന്നുണ്ട്. പക്ഷെ കാലാന്തരത്തിൽ ഈ മാർഗങ്ങൾ പലതാണെങ്കിലും ചില മാർഗങ്ങൾ മാത്രം ഉത്കൃഷ്ടം എന്ന രീതിയിലുള്ള ഒരു തെറ്റായ ഒരു സന്ദേശം പ്രചരിപ്പിക്കപ്പെടുകയുണ്ടായി, അതിനെ സ്ഥാപിക്കുകയുണ്ടായി. അതിന്റെ ശേഷിപ്പുകൾ ഇന്നും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലത് ശ്രേഷ്ഠം, ചിലത് അശ്രേഷ്ഠം എന്നൊരു ധാരണ പണ്ഡിതന്മാർക്കിടയിൽ പോലും ഉണ്ട് എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എല്ലാവരും എല്ലാം കൂടെ അംഗീകരിക്കണമെന്നില്ല. ചില സാമൂഹിക ചുറ്റുപാടുകളിൽ ആവട്ടെ എന്ന് പറയല്ലാണ്ട് യഥാർത്ഥത്തിൽ ആ ഒരു അറിവുകളുടെ അന്തരാത്മാവിലേക്ക് കയറിയിട്ടൊന്നും ആരും ഇത് ശരിയാന്ന് പറയുന്ന ആളുകൾ ദുർലഭമാണ്. അങ്ങനെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കിയിട്ടുമല്ല. ചില തെറ്റിദ്ധാരണയിലൂടെയാണ് ചില ആളുകളൊക്കെ ഇതിനെ ആ ശരി എന്ന് പറയുന്നത്. ഇവിടെയാണ് നമ്മളെപ്പോഴും പറയാറുണ്ട്, ശുദ്ധിഷ്ഠ ദിവിധ, അറിവ്, ആത്യന്തികമായ അറിവ് കേട്ട് പഠിക്കുന്ന വിദ്യ ശ്രുതി എന്ന് പറയും. ഇത് 2 വിധത്തിലാണ്, വൈദികി, താന്ത്രികി. വൈദികവും താന്ത്രികവുമായ മാർഗമുണ്ട്. രണ്ടും മീമാംസാകാരന്മാരെ സംബന്ധിച്ചിട്ട് പൂർവ്വമീമാംസ ഉത്തരമീമാംസയും പറയുമ്പോൾ കർമ്മകാണ്ഡമുണ്ട്, ജ്ഞാനകാണ്ഡമുണ്ട്. കർമ്മകാണ്ഡം തന്ത്രത്തിലായാലും വേദത്തിലായാലും വലിയ ക്രിയാകോലാഹലങ്ങളോട് കൂടിയിട്ട് വിശാലമായിട്ട് കിടക്കുകയാണ്. വ്യത്യസ്തമാണ് ആചാരാനുഷ്ഠാന പദ്ധതികളെല്ലാം തന്നെ. കർമ്മകാണ്ഡത്തിന്റെ പ്രത്യേകത 2ലും ഉണ്ട്. ഒരേ രീതിയല്ല, വ്യത്യസ്തമാണ്.
വാമോ ദക്ഷിണമായിട്ടുള്ള രീതികളുണ്ട്. എന്നാൽ ജ്ഞാനകാണ്ഡത്തെ സംബന്ധിച്ച് വിശദീകരണം വ്യത്യസ്ത രീതിയിലാണെങ്കിലും ആത്യന്തികമായി എത്തുന്നത് ഒരു തലത്തിലാണ്. അതുകൊണ്ടത് നമുക്ക് ബ്രഹ്മബോധത്തിലേക്ക് അല്ലെങ്കിൽ ബ്രഹ്മത്തിലേക്ക് ബ്രഹ്മാനന്ദത്തിലേക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇവിടെ നമ്മൾ ഇന്നിപ്പോ ഈ ഒരു വിചാരം ചെയ്യാൻ പോകുന്നത് മുണ്ടകോപനിഷത്തിലെ ഒരു ഭാഗമാണ്. അപ്പൊ അതില് 3-ാം മുണ്ടകം 2-ാം ഭാഗത്തിൽ 9-ാമത്തെ ശ്ലോകം. ആ ശ്ലോകപ്രകാരം അത് പറയുന്നത് യോഹ വൈ തത് പരമം ബ്രഹ്മ വേദ ബ്രഹ്മൈവ ഭവതി നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി തരതി ശോകം തരതി പാപ്മാനം ഗുഹാ ഗ്രന്ഥിഭ്യോ വിമുക്തോ അമൃതോ ഭവതി എന്നാണ്. അതായത് ബ്രഹ്മത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ ആർക്കാണോ ബ്രഹ്മത്തെ കുറിച്ച് അറിയാം അവര് ബ്രഹ്മമായി മാറി എന്നാണ് ഉപനിഷത്ത് പറയുന്നത്. ബ്രഹ്മത്തെ കുറിച്ച് അറിഞ്ഞാൽ അവര് ബ്രഹ്മമായി മാറി. ഈ വാക്ക് നമ്മൾ വേറെ രീതിയിൽ കേൾക്കൂലേ? എന്താണ്? ബ്രഹ്മജ്ഞാനി ഇതി ബ്രാഹ്മണ. ബ്രഹ്മജ്ഞാനമുള്ളവരൊക്കെ ബ്രാഹ്മണരാണ് എന്ന് നമ്മൾ കേൾക്കും. അപ്പോ ഒരു ചുവട് കൂടി കടന്ന് ഉപനിഷത്ത് പറയുന്നത് എന്താണ്? നാസ്യ ബ്രഹ്മവിത് കുലേ ഭവതി എന്നുള്ള ഭാഗം കൂടി ചേർത്ത് വായിക്കുമ്പോ അത്തരത്തിലുള്ള ജ്ഞാനിയുടെ കുലത്തിൽ എല്ലാവരും ഈ ബ്രഹ്മമായി മാറിയിട്ടുണ്ടാവുന്നു. ഈ കുലത്തെ കുറിച്ച് പറയുന്ന നേരത്തെ നമ്മുടെ ഈ ധർമ്മം കുലത്തെ 2 വിധത്തിൽ പറയുന്നുണ്ട്. മനുസ്മൃതിയൊക്കെ 2 കുലത്തെ കുറിച്ച് പറയുന്നുണ്ട്. കുലസ്ഥ ദിവിധ എന്ന് വേണമെങ്കിൽ പറയാം. 2 വിധം. ഏതാണ്? ഒന്ന് ഗുരുകുലം, മറ്റൊരു ജന്മകുലം. 2 വിധത്തിലാണ് കുലമുള്ളത്. ജന്മകുലമുണ്ട്, ഗുരുകുലമുണ്ട്. അപ്പൊ ഇവിടെ ആരാണോ ബ്രഹ്മത്തെ അറിഞ്ഞ് ബ്രഹ്മമായി മാറിയിരിക്കുന്നേ ആ ആളുടെ കുലത്തിലുള്ളവരെല്ലാം തന്നെ ബ്രഹ്മമായി മാറും അല്ലെങ്കിൽ ബ്രഹ്മജ്ഞാനികളാകും എന്ന് പറയുമ്പോൾ അത് ഏത് കുലമാകും? ഒരു സംശയം ഉണ്ടാവില്ലേ? ഈ സംശയം കൊണ്ട് തന്നെയാണ് ബ്രാഹ്മണന്റെ മകൻ ബ്രാഹ്മണനും ശൂദ്രന്റെ മകൻ ശൂദ്രനും വൈശ്യന്റെ മകൻ വൈശ്യനും ചണ്ടാളുടെ മകൻ ചണ്ടാളരാണെന്നൊക്കെ കാണുന്നത് ഈ സംശയം കൊണ്ട് തന്നെയാണ്. സത്യത്തിൽ ഇവിടെ 2ആണെങ്കിലും ഗുരുകുലമാണെങ്കിൽ ഗുരുവിന്റെ ആ അറിവിന്റെ തലത്തിലാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. മാതൃപിതൃ പരമ്പരയുടെ തലത്തിലല്ല, ഗുരു ഉപദേശിക്കുന്ന തലത്തിലൂടെ സഞ്ചരിക്കുകയാണ്. എന്തായാലും ശരി, ഗുരു എന്ന് പറയുമ്പോൾ അറിവ് തന്നെയാണല്ലോ. ഗുരു ജ്ഞാനമാകുന്നു. ഗുരു രൂപമൊന്നും ഭാവമൊന്നും അല്ല, ഗുരു ജ്ഞാനമാകുന്നു. അപ്പൊ ഗുരുകുലം എന്ന് പറയുമ്പോൾ ഗുരുവിന്റെ ജ്ഞാനമേഖലയിലാണ്. ഒരു സംശയവും അവിടെ ജ്ഞാനികളെ ഉണ്ടാവുള്ളൂ. അജ്ഞാനിയായിട്ട് വല്ല ഗുരു ഉണ്ടെങ്കിൽ നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ആയിരിക്കും. ഇനി അടുത്തതാണ് ജന്മകുലം. ജന്മകുലത്തിൽ അവരെല്ലാം ജ്ഞാനികളായി മാറും. ഇനി അങ്ങനെ മാറുകയാണെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക കുലം മാത്രം ജ്ഞാനികളും മറ്റുള്ളവരൊക്കെ അജ്ഞാനികളായിട്ട് മാറും. അങ്ങനെയാണല്ലോ വെപ്പ്. നമ്മൾ സാധാരണ പല സദസ്സിലും പോകുമ്പോൾ പല ആളുകളും സംസാരിക്കുന്നത് ചിലപ്പോൾ പണ്ഡിതന്മാരാവാം, സന്യാസിമാരാവാം, നേതാക്കന്മാരാവാം, അങ്ങനെയൊക്കെ പറഞ്ഞേക്കാം. ചില ആളുകളൊക്കെ ബ്രഹ്മജ്ഞാനം കൊണ്ട് ബ്രാഹ്മണരായി മാറി. പലപ്പോഴും ഉദാഹരണമൊക്കെ പറയുമ്പോൾ പറവൂർത്തമ്മയുടെ കാര്യമൊക്കെ പറയാം. ഇങ്ങനെ കേൾക്കണമെങ്കിൽ അത്ഭുതപ്പെടാറുണ്ട് നമ്മൾ. ഈ വൈദിക വൃത്തിയിലുള്ള വൈഷ്ണവ സിദ്ധാന്തത്തിന്റെ ഭാഗമായി ആണെന്ന് പറയപ്പെടുന്നത്. അങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. ഈ തന്ത്രസമുച്ചയം പ്രകാരമുള്ള പൂജാവിധികൾ ചെയ്യുന്ന ആളുകളൊക്കെയാണ് ബ്രാഹ്മണരെന്നും ആ ശൈലി പിൻപറ്റുന്നവരൊക്കെ കർമ്മം കൊണ്ട് ബ്രാഹ്മണ്യം നേടിയെന്ന് പറയുമ്പോൾ ഈ പൂജാമാർഗമാണോ ബ്രാഹ്മണ്യം? ഈ പൂജയാണോ ബ്രാഹ്മണ്യം? അങ്ങനെയാണെങ്കിൽ ഋഷിതുല്യനായിട്ട് പരിഗണിക്കപ്പെടുന്ന ദയാനന്ദ സരസ്വതി തിരുവടികൾ അദ്ദേഹം വിഗ്രഹാരാധനയൊക്കെ കണിശമായി വിമർശിച്ചിരിക്കുന്നു. അതൊന്നും വേദസമ്മതമുള്ള കാര്യമില്ല എന്നാണ് പറയുന്നത്. തന്ത്രശാസ്ത്രന്റെ പറഞ്ഞത് പ്രതിമ സ്വല്പ ബുദ്ധീനാം എന്നാണ്.
ഹോമ പൂജ അധമ അധമ എന്നുള്ള പ്രമാണമൊക്കെ ഉണ്ട്. അപ്പൊ അത് ചെയ്യുന്നവരാണ് ബ്രാഹ്മണരെന്നും അതും ഇത്തരത്തിൽ പരമ്പരയെ അനുഷ്ഠിച്ചു വരുന്ന ഈ ഒരു പദ്ധതി മാത്രമാണ് ബ്രാഹ്മണ്യത്തിന്റെ മാർഗമെന്നും ഏതെങ്കിലും പണ്ഡിതരോ സന്യാസി വര്യന്മാരോ നേതാക്കന്മാരോ പറയുമ്പോൾ അവരെന്താണ് സമാജത്തിന് കൊടുക്കുന്ന സന്ദേശം? മറ്റുള്ളവരൊക്കെ അബ്രാഹ്മണരാണ്, അജ്ഞാനികളാണ്. ഈ ഒരു മുണ്ടകോപനിഷത്തിന്റെ വാക്കുകളെടുത്താൽ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണർ. മറ്റുള്ളവരൊന്നും ബ്രഹ്മത്തെ അറിഞ്ഞിട്ടില്ല. ബ്രഹ്മത്തെ അറിഞ്ഞതിന് ഉദാഹരണം പറയുന്നുണ്ടാണ് ഈ ക്ഷേത്രപൂജയോ അല്ലെങ്കിൽ ഈ ദക്ഷിണമാർഗ പൂജ ചെയ്യുന്നവരൊക്കെയാണ് ഈ രീതി എന്നുള്ളതാണ്. അപ്പൊ മറ്റുള്ളവരൊക്കെ അജ്ഞാനികളാണെന്നും അവരൊന്നും പരമ്പരാഗതമായിട്ട് ബ്രഹ്മജ്ഞാനം ഇല്ലാത്തവരാണെന്നും അതുകൊണ്ട് തന്നെ അവരുടെ കുലം പൂർണ്ണമായും അജ്ഞാനികളാണെന്നും ഒക്കെ ഈ ഒരു വാക്കുകളുടെ അടിസ്ഥാനത്തിൽ കൂടി നമുക്ക് വിചാരം ചെയ്തുകൂടെ, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലായിക്കൂടെ? അപ്പൊ എന്ത് സന്ദേശമാണ് ഇവർ നൽകുന്നത്? സത്യത്തിൽ ഇത്തരം പറയുന്ന സന്യാസി വര്യന്മാരോ ആചാര്യന്മാരോ നേതാക്കന്മാരോ ഇവരുടെ പാണ്ഡിത്യം എവിടെ എത്തി നിൽക്കുന്നു? ഇവരെന്താണ് സനാതനധർമ്മത്തെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്താണ് ഇവർ പറയാൻ ശ്രമിക്കുന്നത്? എങ്ങോട്ടാണ് ഈ ധർമ്മത്തെ കൊണ്ടുപോകുന്നത്? ഏത് തൊഴുത്തിലാണ് കെട്ടാൻ ഉദ്ദേശിക്കുന്നത്? അവിടെയാണ് ഇത്തരത്തിലുള്ള വാചകങ്ങളെയൊക്കെ വാക്കുകളെയൊക്കെ പ്രമാണങ്ങളെയൊക്കെ നാം നല്ല വിധം മനസ്സിലാക്കണം. ബ്രഹ്മത്തെ അറിഞ്ഞാൽ ആ വ്യക്തി ബ്രഹ്മമായി മാറി എന്ന് പറഞ്ഞാൽ ബോധത്തിലേക്ക് എത്തി, ബോധം വിടർന്നു തെളിഞ്ഞു, പിന്നെ അവിടെ പ്രകാശം തന്നെയാണ്, അവിടെ മറ്റൊന്നുമില്ല. തീ പ്രകാശിച്ചു, അവിടെ മറ്റൊന്നുമില്ല. ആ പ്രകാശത്തിന്റെ ഭാഗമാകുന്ന എല്ലാവരും പ്രകാശമായി മാറി, അതിലൊരു തെറ്റുമില്ല. പിന്നീട് പറയുന്നതാണ് തരതി ശോകം തരതി പാപ്മാനം എന്നൊക്കെ പറഞ്ഞുള്ള വാക്കുകൾ. അങ്ങനെയുള്ള പൂർണ്ണമായ ജ്ഞാനത്തെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, നമ്മളതായി കഴിഞ്ഞാൽ, നമ്മൾ ആ ബ്രാഹ്മണനോ അല്ലെങ്കിൽ ആ ബ്രഹ്മജ്ഞാനി ആയിക്കഴിഞ്ഞാൽ, ശിവജ്ഞാനി ആയിക്കഴിഞ്ഞാൽ, പൂർണ്ണനായി കഴിഞ്ഞാൽ പിന്നെ ശോകം ദുഃഖം ഉണ്ടാകില്ല, ആ വ്യക്തിക്ക് പാപം ഉണ്ടാവില്ല എന്നൊക്കെ പറയുകയാണ്. അയാൾ അമരത്വത്തിലേക്ക് പ്രവേശിക്കുമെന്നാണ്, മരണമില്ലാത്ത അവസ്ഥയിലേക്ക്. മരണമില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ ചാവില്ല എന്നല്ല, ഈ ദേഹം വെടിയും. എന്നാൽ ദേഹിക്ക് നിത്യമായ ജീവനുണ്ടായിരിക്കും, അത് പൂർണ്ണമായിരിക്കും എന്ന് പറയുകയാണ്. ഇത് പിന്നീട് വരുന്ന ശ്ലോകത്തിലൊക്കെ 11ാമത്തെ വാചകങ്ങളൊക്കെ അതൊക്കെ പറഞ്ഞത് അങ്കിരസ് ശൗനകാദിക്കൊക്കെ ഉപദേശിച്ച കാര്യമൊക്കെ പറഞ്ഞാൽ ഈ ഒരു ബ്രഹ്മജ്ഞാനത്തെ ഒരു ശുദ്ധ ബ്രഹ്മചാരിക്ക് മാത്രമേ ഉപദേശിക്കാൻ പാടുള്ളൂ, മറ്റാർക്കും ഉപദേശിക്കാൻ പാടില്ല. ഈ ബ്രഹ്മചാരി എന്നുള്ളതിന് നമ്മൾ കൊടുക്കുന്ന അർത്ഥതലം എന്താണ്? വിവാഹം കഴിക്കാത്ത, മത്സ്യമാംസാദികൾ കഴിക്കാത്ത, ശുദ്ധ വെജിറ്റേറിയൻ ആയിരിക്കുന്ന ഒരാളെയൊക്കെയാണ് നമ്മൾ ബ്രഹ്മചാരി എന്നൊക്കെ ഇന്ന് വിശേഷിപ്പിക്കുന്നത്. സത്യത്തിൽ അതാണോ ബ്രഹ്മചാരി? ബ്രഹ്മത്തിനരികെ ചരിക്കുന്ന ആളുകളാണ്. അറിവിന് വേണ്ടി ആരാണോ സഞ്ചരിക്കുന്നത് അവരെയൊക്കെ ബ്രഹ്മചാരിയിൽ പെടുത്താം. അതിന് വേഷഭൂഷാദികളോ ഭക്ഷണോ സമ്പ്രദായമൊന്നും അതിന്റെ ഭാഗമല്ല, വിവാഹമൊന്നും അതിന്റെ ഭാഗമല്ല. അറിവിന് വേണ്ടിയിട്ട് ത്വരയുണ്ടായിരിക്കണം, വിദ്യാർത്ഥിക്കുന്നവനായിരിക്കണം. അങ്ങനെ അഭ്യർത്ഥിച്ച് വരുന്നവന് ഗുരു പ്രദാനം ചെയ്യും. ഇതാണ്. അപ്പൊ ബ്രഹ്മത്തെ മൂടി വെക്കേണ്ടതല്ല, ബ്രഹ്മവിദ്യയെ മൂടി വെക്കേണ്ടതല്ല, ആർക്ക് വേണമെങ്കിലും പ്രദാനം ചെയ്യേണ്ടതാണ്. പക്ഷെ നമ്മൾ ഇവിടെയും നമ്മൾ പഠിപ്പിക്കുന്ന എന്താണ്? അങ്ങനെയൊന്നുമല്ല, അത് എല്ലാവർക്കും ഉള്ളതല്ല, അത് ചില ആളുകൾക്ക് മാത്രമാണ്. അപ്പൊ ഒന്ന് ജന്മപരമാണ്. എന്താണ്? ചില ആളുകൾ പാരമ്പര്യമായിട്ട് തന്റെ കുലത്തിൽ കൊണ്ടു നടന്നിരുന്ന ആചാരങ്ങൾ, അറിവുകൾ, ഒക്കെ അനുഷ്ഠാനങ്ങൾ, ഈ പറയുന്ന ബ്രഹ്മജ്ഞാനത്തിന്റെ ഈ കർമ്മകാണ്ഡത്തെ മറ്റുള്ളവർക്ക് കൊടുക്കില്ല. എന്താണ്? അത് അവർക്കൊന്നും അർഹതപ്പെട്ടവർ കൊടുക്കാൻ പാടില്ല, പാപമാണ്. പക്ഷെ നമ്മൾ പറയും അവര് ചെയ്യുന്നത് തെറ്റാന്ന് പറയും. അങ്ങനെ പറയില്ല, എല്ലാവർക്കും കൊടുക്കണം എന്ന് പറയും. പക്ഷെ നമ്മൾ തന്നെ വേണം എന്താണ്? ഞങ്ങൾ സന്യാസി വര്യന്മാരാണ്, ഞങ്ങൾ പണ്ഡിതരാണ്, പക്ഷെ എന്താണ് ഈ അറിവിന് എല്ലാവർക്കും കൊടുക്കാൻ പറ്റില്ല. എന്താണ്? അത് ബ്രഹ്മചാരികൾക്ക് കൊടുക്കാൻ പാടുള്ളൂ. ആ ബ്രഹ്മചാരികൾ എന്തായിരിക്കണം? അവര് ശുദ്ധ വെജിറ്റേറിയൻ ആയിരിക്കണം, വിവാഹം കഴിക്കാൻ പാടില്ല. അങ്ങനെ ചില തെറ്റായ സന്ദേശങ്ങൾ നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് ഇത് എല്ലാവർക്കും എത്തുന്നില്ല. ഈ ശുദ്ധമായ ജ്ഞാനത്തെ എല്ലാവർക്കും കൊടുക്കാൻ കഴിയുന്നില്ല. കാരണം ഇത്തരത്തിലുള്ള മാമൂലുകൾ കൊണ്ടാണ് സനാതനികൾ ഇന്നും ഈ അറിവിനെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ എല്ലാവർക്കും എത്തില്ല. അപ്പൊ എല്ലാവർക്കും എത്തിയില്ലെങ്കിൽ എങ്ങനെ ഈ ധർമ്മത്തിന്റെ ഉള്ളിലുള്ള എല്ലാവരും ധർമ്മവിത്തല്ലേ? നമ്മളെല്ലാവരും ധർമ്മവിത്തുക്കളാണ്. അപ്പൊ നമ്മൾ ധർമ്മം തന്നെയാണ്. നമ്മൾ ഓരോരുത്തരും ധർമ്മത്തിന്റെ പ്രതിരൂപങ്ങളാണ്. രാമോ വിഗ്രഹാൻ ധർമ്മ എന്നൊക്കെ പറയും. രാമൻ ധർമ്മത്തിന്റെ വിഗ്രഹ രൂപമാണ്, മൂർത്തിമത് ഭാവമാണ് രാമൻ. ഇതുപോലെ നമ്മളെല്ലാവരും ധർമ്മം തന്നെയാവണം. എങ്ങനെയാ? ധർമ്മത്തിലാവുമ്പോഴേ പറ്റുള്ളൂ. ബ്രഹ്മവിത്ത് ബ്രഹ്മൈവ ഭവതി. ബ്രഹ്മത്തിൽ നിന്നുണ്ടായതെല്ലാം ബ്രഹ്മം തന്നെയാ. ഈ ബോധ്യം ഉണ്ടാകാൻ വേണ്ടിയാണല്ലോ ബ്രഹ്മവിദ്യ പ്രദാനം ചെയ്യണേ. അത് ചിലർക്ക് മാത്രമേ കൊടുക്കുള്ളൂ പറ്റൂ ഇവിടെ. അപ്പോ
ഏതെങ്കിലും ഒരു കുലത്തിന് പൂർവീകമായിട്ട് ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നെങ്കിൽ അവരൊക്കെ ബ്രഹ്മജ്ഞാനികളായിരുന്നു. അവരെ നമുക്ക് വേണമെങ്കിൽ ആ ബ്രഹ്മജ്ഞാനം ഉണ്ടായത് കൊണ്ട് അവരെ ബ്രാഹ്മണർ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം, വേണം നിർബന്ധമൊന്നുമില്ല. അങ്ങനെയുള്ളവന്റെ കുലത്തിലുള്ളവരെല്ലാം ബ്രഹ്മജ്ഞാനികളാകും എന്ന് പറയുമ്പോൾ ഇവിടെ ഏത് കുലമാണ് ബ്രഹ്മജ്ഞാനമില്ലാത്തവർ? ഏത് കുലമാണ് ബ്രഹ്മജ്ഞാനമില്ലാത്തവർ എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഹിന്ദു ധർമ്മത്തിൽ, സനാതന ധർമ്മത്തിൽ ഏത് കുലമാണ് ബ്രഹ്മജ്ഞാനമില്ലാത്തവർ? കുലം എന്ന് പറയുമ്പോൾ നമുക്ക് ജാതിയായിട്ട് തന്നെ എടുക്കാം. പാണർക്ക് ബ്രഹ്മജ്ഞാനമില്ലേ? പറയർക്ക് ബ്രഹ്മജ്ഞാനമില്ലേ? വേളർക്ക് ബ്രഹ്മജ്ഞാനമില്ലേ? വേട്ടുവർക്ക് ബ്രഹ്മജ്ഞാനമില്ലേ? അരയർക്ക്, ആശാരിക്ക്, മൂശാരിക്ക്, കൊല്ലന്, കരുവാന്, തട്ടാന്, അരയന്, നായർക്ക്, പിള്ളയ്ക്ക്, മേനോന്, അങ്ങനെ ചക്കിളിയന് ആരൊക്കെയുണ്ടോ ഇവർക്കൊന്നും ബ്രഹ്മജ്ഞാനമില്ലേ? ഈഴോന് ബ്രഹ്മജ്ഞാനമില്ലേ? തണ്ടാന് ബ്രഹ്മജ്ഞാനമില്ലേ? മണ്ണാന് ബ്രഹ്മജ്ഞാനമില്ലേ? ഇല്ല എന്നാണ് നമ്മളുടെ പണ്ഡിതന്മാർ പോലും പറഞ്ഞു വെക്കുന്നേ. ഇല്ല എന്നാണ് പറഞ്ഞു വെക്കുന്നേ. അതുകൊണ്ടാണ് കർമ്മം കൊണ്ട് ബ്രഹ്മജ്ഞാനിയായി പറവൂർ തന്ത്രി എന്നൊക്കെ പറയാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നതിന് കാരണം അതാണ്. കാരണം ഈ പറഞ്ഞവർക്കൊന്നും ബ്രഹ്മജ്ഞാനം ഉണ്ടായിരുന്നില്ല. അവര് ബ്രഹ്മജ്ഞാനിയാകുന്നത് എങ്ങനെയാണ്? ഒരു വൈദിക പദ്ധതിയുടെ ഭാഗമാകുമ്പോൾ മാത്രമാണ് എന്ന് പറയുമ്പോൾ നാം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെയുള്ള സന്യാസിവര്യന്മാരും അതുപോലെ തന്നെ പുരോഹിതന്മാരും ആചാര്യന്മാരെല്ലാം ആ വേഷഭൂഷാദിയിലേക്കോ ആ സമ്പ്രദായത്തിലേക്കോ കയറുമ്പോൾ മാത്രമാണ് ബ്രഹ്മജ്ഞാനി ആയിട്ടുള്ളൂ, അവന്റെ പരമ്പരയൊന്നും ജ്ഞാനമില്ലാത്തവരായിരുന്നു എന്ന് പറഞ്ഞു വെക്കുമ്പോൾ ഇവരെന്താണ് മനസ്സിലാക്കിയിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാനും ചില ആളുകൾ മാത്രം പരമ്പരാഗത ബ്രഹ്മജ്ഞാനികൾ, അവർ ബ്രഹ്മത്തെ അറിഞ്ഞവരെ ഒരു ബ്രാഹ്മണരാണ്, അവരുടെ കുലത്തിലൊക്കെ പൂർണ്ണമായും ബ്രഹ്മജ്ഞാനികളാണ്, ജന്മപാരമ്പര്യമാണ്, അവരെന്നും ബ്രാഹ്മണരാണ് എന്ന് പറഞ്ഞു വെക്കുകയാണ്. ഇത് ഉപനിഷത്തിന്റെ കുറ്റമല്ല, ധർമ്മഗ്രന്ഥങ്ങളുടെ കുറ്റമല്ല, വിചാരം ചെയ്യുന്ന മൂഢന്മാരുടെ കുറ്റമാണ്. ഈ ധർമ്മത്തിന്റെയും കുറ്റം നമ്മൾ കാണില്ല. ഈ കാലാകാലിക ധർമ്മത്തിൽ ചുതി സംഭവിക്കുന്നത് ഇങ്ങനെയാണ്, ഈ വ്യാഖ്യാനത്തിലാണ്. കാരണം മറ്റുള്ളവർക്കൊന്നും ബ്രഹ്മജ്ഞാനം ഇല്ല എന്നാണ് വിചാരിച്ചിരുന്നാണ്. ഇവിടെ ചാന്തോക്യൊക്കെ വളരെ കൃത്യമായി പറയുന്നുണ്ട്, മനസ്സിനെ നമുക്ക് ബ്രഹ്മമായി ഉപാസന ചെയ്യാം, സൂര്യനെ ബ്രഹ്മമായി ഉപാസന ചെയ്യാം എന്നൊക്കെ ഉപനിഷത്തുകാരന്മാർ പല രീതിയിൽ പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ടാ? നമ്മൾ എല്ലാത്തിനെയും ബ്രഹ്മമായി ഉപാസന ചെയ്യുമ്പോൾ ആ ബ്രഹ്മമായി ഭവിക്കും. അതിനുവേണ്ട വിഗ്രഹാരാധനയും വെച്ചത്. ചേനാസ് തന്ത്രവിഷയം എഴുതിയപ്പോഴും ശ്രീശേഷ ശേഷ ഹരിസുംബരി എന്ന് പറയുന്ന ആ പ്രമാണപ്രകാരം അദ്ദേഹം പാണയന്നെ ഈ 7 മൂർത്തികൾ ആ ബ്രഹ്മത്തിന്റെ വിവിധങ്ങളായ രൂപഭാവങ്ങളാവുന്നു. അപ്പൊ ബ്രഹ്മം തന്നെയാണെന്ന് പറയുക. അപ്പൊ അതിനെ ഉപാസിക്കുന്നതിന് വേണ്ട ബ്രഹ്മത്തിനെ സാക്ഷാത്കരിച്ച് ബ്രഹ്മമായി മാറാനാ എന്നാണ് തന്ത്രസംശയകാരൻ പോലും പറയുന്നത്. അപ്പൊ എല്ലാം ബ്രഹ്മമാണെന്ന ധാരണയിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഈ ഉപാധികളൊക്കെ വെച്ചത്. അപ്പൊ അത്തരത്തിൽ ഉപാധികൾ എവിടെയെല്ലാം ഉണ്ടോ അവരെല്ലാം അറിഞ്ഞോ അറിയാതെയോ ഉപാസിക്കുന്നത് ബ്രഹ്മത്തെയാണെന്ന് അവർക്കറിയില്ലെങ്കിലും അറിയേണ്ടത് ഈ പണ്ഡിതന്മാരല്ലേ. അവരത് അറിയുന്നില്ല, അവരത് മനസ്സിലാക്കണില്ല. അപ്പോൾ കുറവും കുറ്റവും ആർക്കാണ്? സത്യത്തിൽ ഇവിടെ ജ്ഞാനിയാകുന്നത് അപ്പോൾ ആരാണ്? ഇവിടെയാണ് നമ്മൾ എപ്പോഴും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കുലാചാരത്തെ, കൗളമാർഗത്തെ കുറിച്ചിട്ടാണ്. ഈ കൗളമാർഗം എന്ന് പറയുന്നത് മുഴുവൻ ലോകത്തിലെ എല്ലാ ജനതയും ഉൾക്കൊണ്ടതാണ്. ഹിന്ദുക്കളെ മാത്രമൊന്നും പറയുന്നില്ല. എന്നാൽ ഇവിടെ ഹിന്ദുക്കളെ മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഈ ഒരു വിചാരം എന്നുള്ളത് കൊണ്ട് ഇവിടേക്ക് കിടക്കണം. ഹിന്ദുക്കളിൽ എല്ലാവരും തന്നെ കുലദേവത ആരാധനയുള്ളവരാണ്. വൈദികന്മാരും താന്ത്രികന്മാരും എല്ലാവരും. വൈദിക പാരമ്പര്യം വിട്ടാൽ ബാക്കിയുള്ളവരൊക്കെ തന്ത്രപാരമ്പര്യമാണ്. നായരും പിള്ളയും മേനനും പൊലേനും പറയാനൊക്കെ ഈ തന്ത്രപാരമ്പര്യമാണ്. ആ തന്ത്രപാരത്തിൽ ശൈവമായിരിക്കുന്ന ശിവപ്രോക്തമായിരിക്കുന്ന ശിവന്റെ പഞ്ചമുഖങ്ങളിൽ നിന്നുണ്ടായിരിക്കുന്ന തന്ത്രത്തെയാണ് പിൻപറ്റുന്നത്. അതിൽ തന്നെ കൗളമാർഗത്തെ ഭഗവാൻ പരമേശ്വരനും പരാശക്തി ഉപദേശിക്കുന്ന കൗളമാർഗത്തെയാണ് ഭൂരിപക്ഷ ഹൈന്ദവരും ഫോളോ ചെയ്യുന്നത്. അതിന്റെ വകഭേദങ്ങളാണ്. അങ്ങനെയുള്ള വകഭേദങ്ങളായിരിക്കുന്ന ഈ കൗളമാർഗത്തെ ഉപദേശിച്ച ഭഗവാൻ പരമശിവൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദർശനേഷകിലേഷുവ ഫലതം ചൈക ദൈവതം ഭുക്തിപ്രദം നൃണാം കുലേ അസ്മിൻ ദൈവതം പ്രിയേ. ദർശനേഷു അഖിലേഷു ഫലതം ചെയ്യുക ദൈവതം എന്ന ആ ഭാഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ദർശനേഷു അഖിലേഷു എന്ന് പറഞ്ഞത് ദർശനങ്ങളും അഖിലം എന്ന വാക്കുകൊണ്ട് എന്താണ്? ദർശനങ്ങൾ, വേദേതിഹാസ പുരാണങ്ങളെല്ലാം അഖിലത്തിലാണ് വരുന്നത്. അപ്പൊ ഈ ഇവിടെയുള്ള ഉപനിഷത്താവട്ടെ, വേദമാകട്ടെ, മറ്റു ദർശനങ്ങളാകട്ടെ, സാങ്ഖ്യം, യോഗം ഒക്കെ ആയിക്കോട്ടെ, ഇതിങ്ങനെയുള്ള എന്തെല്ലാം ഉണ്ടോ അതിലൂടെയെല്ലാം പറയപ്പെടുന്ന
ആ ദൈവീകമായിരിക്കുന്നത് എന്തോ, ആ ഈശ്വര ചൈതന്യം എന്തോ, അതിലൂടെ ആ ഭുക്തിയും മുക്തിയും പ്രദാനം ചെയ്യുന്ന അതേ ആ ഈശ്വര ചൈതന്യത്തെ തന്നെയാണ് കുലേസ്മിൻ ദൈവതം പ്രിയേ, അല്ലയോ പ്രിയേ, അത് തന്നെയാണ് കുലാചാരത്തിലും ദേവതയായി ഉപാസന ചെയ്യുന്നതെന്ന് പറയാം. ഇപ്പൊ കുലദേവതയായി ഓരോ വീട്ടിലും നിങ്ങൾ ഓരോരുത്തരും ആരാധിക്കുന്നത് ഈ പരബ്രഹ്മത്തെ തന്നെയാണ്. ആ പരബ്രഹ്മത്തെ ആരാധിക്കുന്ന എന്തിനു വേണ്ടാണ്? ആ ബ്രഹ്മമായി മാറാനാണ്. അപ്പൊ നിങ്ങളുടെയൊക്കെ വീട്ടില് പല തറവാട്ടിലും ചാത്തന് തുള്ളുന്നവരുണ്ടായിരിക്കാം, മാടന് തുള്ളുന്നവർക്കുണ്ടായിരിക്കാം, മുത്തപ്പന് തുള്ളുന്നവരുണ്ടായിരിക്കാം, കാളിക്ക് തുള്ളുന്നവരുണ്ടായിരിക്കാം. അതെ, തുള്ളുമ്പോ നമ്മൾ തുള്ളുന്നത് രാഘവനാണെങ്കിൽ രാഘവൻ എന്നാണോ പറയാറ്? ലക്ഷ്മിയമ്മ തുള്ളുമ്പോ ലക്ഷ്മിയമ്മ തുള്ളുന്നു എന്നാണോ പറയാറ്? അല്ല, നാഗങ്ങളാണ്, കാളിയാണ്, ഭഗവതിയാണ്, നിലച്ചനാണ് എന്നൊക്കെ തന്നെയാണല്ലോ പറയാ. അതായത് ബ്രഹ്മഭാവം കൈവരിക്കുന്നു. കാലാകാലം ഇത് തുടർന്ന് അവർ സ്വയമേവ ആ ബ്രഹ്മമായി പരിണമിക്കുന്ന ദേവതയായി പരിണമിക്കുന്നു. മുത്തപ്പന്മാരൊക്കെ ഉണ്ടായി വരുന്നു. മുത്തപ്പന്മാർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇപ്പൊ ഈ ഒരു ഉപനിഷത്തുകാരന്റെ ഭാഷയിലൊക്കെ പറഞ്ഞ ബ്രഹ്മജ്ഞാനി മുത്തപ്പൻ, മുക്തി നേടിയവൻ. മുക്തി നേടിയ മുക്തി എന്ന ഭാവം ബോധത്തിലേക്ക് ഉയരുമ്പോഴാണ് മുക്തി ഉണ്ടാവുന്നത്. അതാണ് മുത്തപ്പൻ. മുക്തി എന്ന് പറയുന്നതും ആ മുക്തി കൈവരിച്ചവളാണ്. അപ്പോൾ അതും ബ്രഹ്മജ്ഞാനിയാണ്, ബ്രാഹ്മണി എന്നൊക്കെ പറയാം. അങ്ങനെയുള്ളവരുടെ പരമ്പരയിൽ അപ്പോൾ ഈ ബ്രഹ്മത്തെ തന്നെ ഉപാസിക്കുമ്പോൾ ബ്രഹ്മമായി മാറിയവർ തന്നെയല്ലേ? അപ്പൊ ഈ ഉപനിഷത്തിന്റെ വാക്യാർത്ഥത്തിൽ എടുക്കുകയാണെങ്കിൽ ഹിന്ദു ധർമ്മത്തിൽ ജാതീയമായിട്ടുള്ള ഏതെങ്കിലും മലയാള ബ്രാഹ്മണൻ, കൊങ്കണി ബ്രാഹ്മണൻ എന്നൊക്കെ പറയുന്ന ആളുകൾ മാത്രമാണോ ബ്രാഹ്മണർ? അതെന്താ ഈ മലയാള ബ്രാഹ്മണൻ? നമുക്കറിയില്ല. ഈ ശബരിമല വിഷയത്തിൽ കോടതി വ്യവഹാരത്തിൽ വന്നൊരു വാക്കാണത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡൊക്കെ മലയാള ബ്രാഹ്മണർക്ക് മാത്രം ശബരിമലയിൽ പൂജിക്കാൻ പാടുള്ള ഒരു കാര്യമുണ്ട്. അത് പരമ്പരാഗത രീതിയാണെന്ന് ഇവിടെ ചില ആളുകളൊക്കെ കൊട്ടിഘോഷിക്കുകയും ചെയ്തു. എന്ത് പരമ്പരാഗത നമുക്കറിയില്ല. ശബരിമല അങ്ങനത്തെ പരമ്പരാഗതയൊന്നുമില്ല. ഉണ്ടെങ്കിൽ മലയന്മാരുടെയാണ്. ഇതിന് ഏതാനും കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് കണ്ഠരരാജീവരുടെ ആ പാരമ്പര്യം, കണ്ഠരന്മാരൊക്കെ തീപിടുത്തത്തിന്റെ ഭാഗമായിട്ട് ഏറ്റെടുക്കുന്നത്. ആദ്യത്തേലാണ്, രണ്ടാമത്തേല. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കൊട്ടാരത്തിൽ അന്വേഷിച്ചാൽ അറിയാൻ പറ്റുന്ന കാര്യമുള്ളൂ. സത്യസന്ധമായ കാര്യമാണ്. ചരിത്രത്തിൽ അത്ര രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഇതൊക്കെ. അല്ലാതെ കടൽ കടന്നു വന്നവരും തരണം ചെയ്ത് വന്നവരൊന്നുമല്ല. അവർക്ക് അറിവുണ്ട്. ഒരു അറിവിനെ നിഷേധിക്കുന്നില്ല, അവരുടെ കഴിവിനെ നിഷേധിക്കുന്നില്ല. ഈ ഒരു കാര്യത്തിൽ പറയുകയാണ്. അതുപോലെ ശാന്തിക്ക് നിയോഗിക്കുന്ന ആളുകളെ എമ്പ്രാന്തിരി വരെ അവിടെ പൂജിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മലയാള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞിട്ട് മറ്റുള്ള പാരമ്പര്യങ്ങളെ തട്ടി മാറ്റിക്കൊണ്ടേ അത് മലയാള ബ്രാഹ്മണൻ എന്ന് പറയുമ്പോൾ ബ്രഹ്മത്തെ അറിഞ്ഞവരാണ് ബ്രാഹ്മണൻ എങ്കിൽ ഈ മലയാള ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ മലയാള ബ്രഹ്മത്തെ അറിഞ്ഞവരാണോ എന്നുള്ളത് ഈ പറയുന്നവരാണ്. മലയാള ബ്രഹ്മം എന്ന് പറഞ്ഞൊരു ബ്രഹ്മമുണ്ടോ? നമുക്കറിയില്ല. തമിഴ് ബ്രഹ്മം, മലയാള ബ്രഹ്മം, കർണാടക ബ്രഹ്മം, അങ്ങനെ ബ്രഹ്മമൊക്കെ ഉണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മലയാള ബ്രഹ്മം ഉണ്ടെങ്കിൽ മലയാള ബ്രാഹ്മണൻ ഉണ്ടാകും. അല്ല മലയാള ബ്രഹ്മം ഇല്ലെങ്കിലോ, അത് തെറ്റായ ധാരണയാണെങ്കിലോ, അത് തെറ്റായ ജ്ഞാനമാണ്. തെറ്റായ ജ്ഞാനമാണെങ്കിലോ അവർ ബ്രാഹ്മണരല്ല, ഒരു ബ്രഹ്മത്തെ അറിഞ്ഞവരല്ല. ബ്രഹ്മത്തെ അറിഞ്ഞവർക്ക് മലയാളം, തമിഴും ഹിന്ദിയും ബ്രാഹ്മണനും ഉണ്ടാവില്ല. ഒരു ബ്രാഹ്മണനെ ഉണ്ടാവുള്ളൂ. സംസ്കൃതത്തിലും തമിഴിലും ഒന്നും വ്യത്യാസം ഉണ്ടാവില്ല. ഒക്കെ ഒരു ബ്രാഹ്മണനെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ വേർതിരിവുണ്ടെങ്കിലോ ദയവ് ചെയ്ത് ബ്രാഹ്മണൻ എന്ന പദപ്രയോഗം നടത്താതിരിക്കുക. കാരണം ആ ഒരു തലം വലുതാണ്. അതിനെ കേവലവൽക്കരിക്കരുത്. ഇവിടെ ജ്ഞാനിയാണെന്ന് പറയും ഇത്തരം ആൾക്കാരെ ജ്ഞാനത്തിന്റെ മകുടോദാഹരണമായി എടുത്തു വെക്കുകയും അതാണ് ശരിയെന്ന് ചില ആളുകൾ അങ്ങോട്ട് താങ്ങിക്കൊടുക്കുകയും ചെയ്യുമ്പോൾ അത് പാരമ്പര്യ രീതിയാണെന്നൊക്കെ പറയുമ്പോൾ കഷ്ടമാണ്. അപ്പൊ അത്തരത്തിൽ ഒരു സിസ്റ്റം എടുത്ത് ഉയർത്തുമ്പോൾ ഇവിടെ ബ്രാഹ്മണർ ചെയ്യേണ്ടതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇല്ലാന്നൊന്നും പറയാൻ നമ്മൾ ആളുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഒരു വിഭാഗം മാത്രമാണ് ബ്രാഹ്മണൻ എന്ന് ആരെങ്കിലും സമർത്ഥിക്കുകയോ ആരെങ്കിലും പറയുകയോ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുമ്പോൾ അതല്ല. അങ്ങനെയാണെങ്കിൽ ജ്ഞാനപാരമ്പര്യം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും പാപത്തെ മറികടന്നവരും ദുഃഖത്തെ മറികടന്നവരും ജ്ഞാനികളും അമരത്വത്തെ പ്രാപിച്ചവരും ഒക്കെ തന്നെയാണ്. കിണന്ത് വിശ്വ അമൃതസ്യ പുത്ര എന്ന് ഋഷിവര്യന്മാര് വിളിച്ചത്, അല്ലയോ അമൃതത്തിന്റെ അരുമക്കിടാങ്ങളെ എന്ന് വിളിച്ചത് ഏതെങ്കിലും ഒരാളെയല്ല, ഒരു കുലത്തെയല്ല, ഒരു കുടുംബത്തെയല്ല, ഒരു ഗോത്രത്തെയല്ല, ഒരു കുലത്തെയല്ല, ഈ മാനവ കുലത്തെയാണ്, ഈ സനാതനികളെയാണ് എന്ന് ഓർമ്മപ്പെടുത്താനാണ് നമ്മൾ ഈ വിഷയത്തെ എടുത്തിരിക്കുന്നത്. എല്ലാവരെയും ചേർത്തോളൂ. നമ്മൾ ഹൈന്ദവരെ എല്ലാവരെയും ചേർത്ത്, കാരണം ഇവിടെ അതേ ഉണ്ടായിരുന്നുള്ളൂ. മറ്റുള്ളവർ ചിന്തിക്കേണ്ട ആവശ്യം. ഹൈന്ദവർ എന്ന് പറഞ്ഞാൽ ഇതിൽ എന്തെങ്കിലും ഒന്നല്ല, ഇവിടെ ആദി ജനത എന്ന് അർത്ഥാക്കുന്നുള്ളൂ. അവിടെ എല്ലാവരെയും ചേർത്തിട്ടാ ഋഷിവര്യന്മാര് വിളിച്ചത്. അതിൽ എല്ലാവരും ജ്ഞാനികളാണ്, ഇന്നും ആ ജ്ഞാന പാരമ്പര്യം തുടരുന്നവരാണ്. എന്നാലോ അതിന്റെ മഹത്വം മനസ്സിലാക്കാതെ താൻ പഠിച്ച കിതാബ്, അതായത് പ്രസ്ഥാനത്രയം വായിക്കുന്നവനാണെങ്കിൽ 10 ഉപനിഷത്തുകളും അതുപോലെ തന്നെ ബ്രഹ്മസൂത്രവും
ഭഗവത്ഗീതയും മാത്രം വായിച്ച് അത് മനഃപ്പാഠമാക്കി അതിനെ വിചാരം ചെയ്ത് അത് മാത്രമാണ് ഹിന്ദു എന്ന് കരുതുന്ന ആളുകള്, പണ്ഡിത ശിരോമണികൾ, അവർ വിചാരിക്കുന്ന അത് മാത്രമാണ് ഈ ബ്രഹ്മത്തിന്റെ അത് എന്ന് അവർ മനസ്സിലാക്കുന്നേ. ഇതിപ്പോ എന്താ ഇങ്ങനെ കാണിച്ചാൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് ഉൾക്കൊള്ളാൻ പറ്റും അങ്ങനെ ഉൾക്കൊള്ളാൻ മതി. അങ്ങനെ അവരതാ മനസ്സിലാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത് മാത്രമാണ് ബ്രഹ്മത്തെ അറിയാനുള്ള മാർഗം. നീ കിണ്ടിയും മണിയെടുത്ത് പൂണൂരിട്ട് നടക്കുന്നതിന്റെ കാരണം എന്താ? അത് മാത്രമാണ്, അത് ഞങ്ങളാണ് ബ്രഹ്മത്തിന്റെ കർമ്മകാണ്ഡം ഉപയോഗിക്കുന്നത്. അഗ്നിഹോത്രവും യാഗയജ്ഞാദികളും നടത്തുന്നവർ മാത്രമാണ്. കള്ളും കോഴിയും വെച്ച് നടക്കുന്നവൻ കരുതുന്നതാണ് അത് മാത്രമാണ് ബ്രഹ്മത്തിന്റെ അറിയാനുള്ള മാർഗം. അതുകൊണ്ട് ഈ മൂഢത വിടാനാണ് സനാതനികൾ തയ്യാറാകേണ്ടത്. എല്ലാവരും ജ്ഞാനപാരമ്പര്യമുള്ളവരാണ്. ഈ ജ്ഞാനത്തിന്റെ മേഖലയിൽ ചെയ്യേണ്ട ബ്രാഹ്മണൻ എന്ന പേര് കൊണ്ട് ചെയ്യേണ്ട എന്തെങ്കിലും കർമ്മമുണ്ടെങ്കിൽ ആരെങ്കിലും ചണ്ടാളൻ എന്ന് വിളിച്ചാലും ശൂദ്രൻ എന്ന് വിളിച്ചാലും ശൈവൻ എന്ന് വിളിച്ചാലും അല്ലെങ്കിൽ വേണ്ട ഈ പറയുന്ന വൈശ്യൻ എന്ന് വിളിച്ചാലും ക്ഷത്രിയൻ എന്ന് വിളിച്ചാലും അസ്പൃശ്യനെന്നോ പഞ്ചമനെന്നോ എന്ത് വിളിച്ചാലും ശരി, ജ്ഞാനമില്ലാത്തവരായി മണ്ണിൽ ആരും തന്നെ ഇല്ല. അവർക്കെല്ലാം തന്നെ അത് കൈകാര്യം ചെയ്യാൻ അതിനും മറ്റൊന്നാകേണ്ട ആവശ്യമില്ല. മറ്റൊന്നായാലാണ് കർമ്മബ്രാഹ്മണനായി എന്ന് കരുതെങ്കിൽ ആ മൂഢന്മാർ എന്നും മൂഢന്മാരാണ്. അവര് നയിക്കുന്ന ഒരു സമൂഹമായി മാറുകയാണ് നമ്മളെങ്കിൽ സംശയമില്ല നമ്മൾ വീണ്ടും വിഡ്ഢിത്തരത്തിലേക്കും അജ്ഞാനത്തിലേക്കും മൂഢന്മാരുടെ ലോകത്തേക്കും മാത്രമേ സഞ്ചരിക്കൂ. അതുകൊണ്ട് പണ്ഡിതന്മാർ പോലും ഇങ്ങനെ ഏതെങ്കിലും ആളുകളുടെ പേരുദാഹരിക്കുകയോ ഏതെങ്കിലും ഒരു സമ്പ്രദായമോ അതൊരു രീതിയും മാത്രമാണ് ബ്രാഹ്മണ്യത്തിന്റെ മാർഗം എന്ന് പറയുകയോ ഏതെങ്കിലും ഒരു കാവ്യോ സന്യാസമോ മാത്രമാണ് ബ്രാഹ്മണ്യം എന്ന് പറയുകയോ ചെയ്യുകയാണെങ്കിൽ ഹേ മൂഢ എണീറ്റു പോ എന്ന് പറയാൻ നമ്മൾ തയ്യാറാകണം. ഹേ മൂഢ എണീറ്റു പോ, നീ പഠിച്ചത് പൂർണ്ണമല്ല. ധർമാധർമ്മങ്ങളെപ്പോലും ഉപേക്ഷിക്കുന്ന, പാപപുണ്യങ്ങളെപ്പോലും ഉപേക്ഷിക്കുന്ന ഒരു തലമുണ്ട് ആ ബ്രഹ്മജ്ഞാനത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ. കാരണം അവിടെ പിന്നെ അതിനൊന്നും പ്രസക്തിയില്ല. എന്താണ്? പൂർണ്ണമായ ബ്രഹ്മബോധമാണ്. പൂർണ്ണമായ ബ്രഹ്മബോധത്തിൽ പിന്നെ വർണ്ണങ്ങളോ ആശ്രമങ്ങളോ ആചരണങ്ങളോ ശുദ്ധാശുദ്ധങ്ങളോ പാപപുണ്യങ്ങളോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. ആ തലത്തിൽ ഒന്നും തന്നെ ഇല്ല. പരബ്രഹ്മം എന്ന് പറയുന്നത് ശിവമായിരിക്കുന്ന ജഡാവസ്ഥയാണ്. അവിടെ പിന്നെ മറ്റൊന്നുമില്ല. അപ്പൊ അങ്ങനെയുള്ളിടത്ത് വെച്ച് ആരെങ്കിലും ചൂണ്ടിക്കാണിച്ച് ഏതെങ്കിലും ഒരു ഹൈന്ദവനെ ആരെങ്കിലും പരമ്പരാഗതമായി ഇകഴ്ത്തുന്നു എങ്കിൽ വീണ്ടും വീണ്ടും അവന്റെ അജ്ഞാനം കൊണ്ട് വളർന്നു വരുന്ന തലമുറയ്ക്ക് കൂടി അജ്ഞാനത്തെ വിളമ്പുന്നു എങ്കിൽ നാം അതിനെ ചോദ്യം ചെയ്യാനും അത്തരക്കാർ എത്ര വലിയ കൊടികുത്തിയ കേമനാണെങ്കിലും സമൂഹം ആദരിക്കുന്നവനാണെങ്കിലും ശരി ഇനിമേലും മിണ്ടരുതേ, പഠിച്ചിട്ട് വന്നാൽ മതി എന്ന് പോകണം. അത് പറയാൻ കാരണം വേണമെന്നില്ല. നമ്മളിവിടെ ഒരു യാത്ര നടത്തിയ സമയത്ത് പല പണ്ഡിതന്മാരെയും പല സന്യാസിമാരെയും ഒക്കെ കാണുകയുണ്ടായി. അത്ഭുതം തോന്നി. പലരും കാവ്യ വസ്ത്രധാരികളൊക്കെയാണ്. പക്ഷേ ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോയിട്ട് എന്തെങ്കിലും കുറച്ച് കാര്യം പറഞ്ഞ കാവി വാങ്ങി പേരിന്റെ ഒപ്പം പുരിയോ ഗിരിയോ സരസ്വതിയോ ആനന്ദനോ ഒക്കെ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒരു സന്യാസിയാവുകയാണ്. എല്ലാവരെയും കാര്യം അല്ലട്ടോ പോണത്, ചില ആളുകളുടെ കാര്യമാണ് പോണത്. അതുകൊണ്ടാ പേര് പറയാത്തത്. അപ്പൊ അത്തരത്തിലുള്ള ആളുകളുടെ എവിടെയെങ്കിലും വെച്ച് സംസാരിക്കുമെന്നാണ് ഈ സാധാരണന്മാർ കരുതുന്നത്. എന്താണ്? ഇവരൊക്കെ നമ്മളുടെ അപ്പോസ്തലന്മാരാണ്, ഇവർ വേണമാണ് ശരിയെന്ന് കരുതും. ഈ മൂഢന്മാർ എവിടെ പഠിച്ചിരിക്കുന്നു? എവിടെയും പഠിച്ചിട്ടില്ല. ഏതെങ്കിലും ഒരു വിഷയം തന്നെ ഇരുന്ന് പഠിച്ചിട്ടുണ്ടോ? ഇല്ല. ഇനി വിവേകപരമായിട്ടുള്ള അറിവുകളെ കർമ്മകാണ്ഡത്തിലൂടെ അറിഞ്ഞിട്ടുണ്ടോ? അതുമില്ല. ജ്ഞാനകാണ്ഡത്തിൽ അറിഞ്ഞോ? അതുമില്ല. കാവ്യം, ഒരു രുദ്രാക്ഷമാലയും പേരിന്റെ അറ്റത്തൊരു വാലും ഒരു ആനന്ദനൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ സന്യാസിയാവുകയാണ്. എന്നിട്ട് ഇവരങ്ങോട്ട് പറയുക, അല്ലെങ്കിൽ ചില ഭാഗവതകാരന്മാരായിരിക്കും ചിലപ്പോൾ സന്യാസം സ്വീകരിച്ചിട്ടുണ്ടാവും. അങ്ങനെ സന്യാസം കൊടുക്കുന്ന ആളുകളുണ്ട് ഇവിടെ. ഓടിച്ചെന്ന സന്യാസം കൊടുക്കുന്ന ആളുകളൊക്കെയുണ്ട്. പേരങ്ങോട്ട് കൊടുത്ത് ശരി നീ സന്യാസിയായി ഡൺ എന്ന് പറഞ്ഞു വിടുന്ന ആളുകളൊക്കെയുണ്ട്. അതിന് പ്രത്യേകിച്ച് കണ്ടീഷൻ ഒന്നും ഇല്ലാത്ത ആളുകൾ. ഇവരൊക്കെ ഇറങ്ങനാണ്. ഭാഗവതകാരന്മാര്, പൂജാരിമാര്, അയ്യപ്പൻ വിളക്കുകാര്, ആനപ്പണിക്കാര്, ഓട്ടോ ഡ്രൈവർമാര്, കൽപ്പണിക്കാര്, കർഷകര് എല്ലാവരും ഇറങ്ങുന്നുണ്ട്. എല്ലാവർക്കും ആകണം. എന്നാൽ കേവലമായി വേഷഭൂഷാദികൾ കൊണ്ടൊരു പേരും വെച്ച് ഇറങ്ങുമ്പോൾ എന്താ ഉണ്ടാവണേ? ഇത്തരത്തിൽ അവരറിഞ്ഞ കാര്യങ്ങൾ അത്തരത്തിൽ കേമൻ ചോദിച്ചാൽ ഹൈന്ദവരേക്കപ്പാടെ പച്ചക്കറി ആക്കിക്കൂടെയെന്ന്. നമ്മൾ ചോദിച്ചാൽ ഹൈന്ദവരേക്കപ്പാടെ പച്ചക്കറി ആയിക്കൂടെയെന്നുള്ളത് ഇത്ര മൂഢതയെ ആലോചിച്ച് നോക്കൂ. പച്ചക്കറി ആയിട്ട് നീ എന്താ? എല്ലാവരും പച്ചക്കറി ആയിട്ട് എന്താ പച്ചക്കറി അടിക്കാൻ വേണ്ടി എന്താ കാര്യമുള്ളത്? അതുകൊണ്ട് ഇതൊന്നും ഹിന്ദു ധർമ്മത്തിന്റെ അല്ല. ഇത് ഇത്തരത്തിലുള്ള മൂഢത തന്നെയാണ് ഈ ജാതി ചിന്തയ്ക്കും കാരണം. എന്താണ്? അങ്ങനെ അങ്ങോട്ട് കരുതാണ്. അതാണ് എന്ന് കരുതുകയാണ്. അല്പജ്ഞാനം കൊണ്ടുണ്ടാകുന്നതാണ്, ബ്രഹ്മബോധത്തിനുണ്ടാകുന്നതല്ല. ആ ബ്രഹ്മബോധത്തിനുണ്ടാകുന്നതാണെങ്കിൽ ഇങ്ങനെ പറയില്ല. ഒന്നിനും തന്നെ വിവേചിക്കില്ല, ഒന്നിനും തന്നെയോ നമ്മൾ മാറ്റി നിർത്തില്ല. എല്ലാം ശരിയാണെന്നേ പറയുള്ളൂ. പൂർവ്വബ്രഹ്മബോധത്തിനുണ്ടാകുന്നത് അതും ശരി ഇതും ശരി. എന്റെ മോഹൻലാൽ അവിടെ പ്രശ്നം അതും ശരി ഇതും ശരി എന്ന ധാരണയിലേക്ക് എത്തുള്ളൂ. എല്ലാം ശരികളേ ഉള്ളൂ, തെറ്റുകളില്ല. ശരിയിൽ നിന്ന് ശരിയിലേക്കുള്ള പ്രയാണമാണ് സനാതനധർമ്മം. ശരിയിൽ നിന്ന് ശരിയിലേക്കാണ്, വലിയ വലിയ ശരികളിലേക്കാണ്. അവിടെ ശരികേടുകളില്ല. പൂർണ്ണത വന്നു കഴിഞ്ഞാലോ ഒന്നിനും ഭേദം കാണില്ല. അതുകൊണ്ട്
ആ ഉപസംഹരിക്കുകയാണ്. ഈ ഒരു ഉപനിഷത്ത്, ഈ ഒരു വാചകം മാത്രമല്ല, ഉപനിഷത്തുകളൊക്കെ വിചാരിച്ച ഉത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കുക. ഈ തരത്തിൽ മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഉള്ളൂ സനാധർമ്മത്തിൽ ജാതി അസ്പൃശ്യതയോ വർണ്ണ വിവേചനമോ ഇല്ല എന്ന് മനസ്സിലാക്കുക. വർണ്ണ ആശ്രമങ്ങളെയൊക്കെ തന്നെ തള്ളിക്കളയുന്ന ഘട്ടമാണ് ബ്രാഹ്മണ്യം. ആശ്രമം, സന്യാസം എന്ന ആശ്രമത്തെ പോലും തള്ളിക്കളയും. കൗളസ്തു പഞ്ചമാശ്രമ, കുലാചാരം 5ാമത്തെ ആശ്രമം, കൗളമാർഗം, കൗളസ്തു പഞ്ചമാശ്രമം. അത് സന്യാസാശ്രമം കഴിഞ്ഞിട്ടാ. എന്താ കാര്യം? പാപപുണ്യ ഫലം ഭത്വ ജ്ഞാന ഗർഭേന യോഗത്തിൽ യോഗിയായിരിക്കുന്ന കൗളൻ പാപപുണ്യങ്ങളാകുന്ന എല്ലാത്തിനെയും വെട്ടിക്കളഞ്ഞിട്ടാ പോകുന്നത്. അവനെന്ത് പാപം, എന്ത് പുണ്യം, എന്ത് ആശ്രമം, എന്ത് വർണ്ണം, എന്ത് ജാതി, എന്ത് കുലം, എന്ത് ഗോത്രം, എന്ത് ശീലം, എന്ത് ആചരണം, എന്ത് വിധി നിഷേധങ്ങൾ. അതുകൊണ്ട് അത്രയും ഉന്നതമായ കാഴ്ചപ്പാടുകളോടെയുണ്ട്. കള്ളും കോഴിയും വെച്ച് പൂജ നടത്തുന്നവരല്ല കേട്ടോ കൗളനി, അങ്ങനെ മനസ്സിലാക്കുന്നത്. അതൊക്കെ അതിന്റെ കർമ്മകാണ്ഡത്തിന്റെ പ്രാക്ടിക്കലി ഫസ്റ്റ് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമാണ്. അതൊക്കെ വിട്ട് പോകണം. നൈതി എന്ന് പറഞ്ഞിട്ട് പോകണം. നേതി ഇതൊന്നുമല്ല. അത് യാഗബലി ആയാലും ശരി, പൂജാബലി ആയാലും ശരി, എന്തായാലും ശരി, അതൊക്കെ വിട്ട് പോകണം. പാൽപ്പായസം വെക്കുന്നതൊക്കെ അങ്ങനെ തന്നെയാ. അവരെന്നും ബ്രാഹ്മണൻ എന്ന ഗണത്തിൽ പെടുത്താൻ പറ്റില്ല. ഇനി പെടുത്തണമെങ്കിൽ പെടുത്താം. നമുക്ക് നിങ്ങൾ ബ്രാഹ്മണനോ ചണ്ടാളിനോ എന്തായാലും കുഴപ്പമില്ല. ഈ വാക്കുകളുടെ വിചാരം ചെയ്യുമ്പോൾ തെറ്റിദ്ധാരണയെ മാറ്റുകയെന്ന് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളൂ. കാരണം ആ തെറ്റിദ്ധാരണകൾ എപ്പോഴും സനാതനത്തെ വികലമാക്കി മാറ്റുന്നു, മറ്റുള്ളവരെ കൊണ്ട് ആക്ഷേപിക്കുന്ന രീതിയിൽ വീണ്ടും എടുത്തുയർത്തുന്നു. അതുകൊണ്ട് സനാതനധർമ്മത്തിൽ ഈ ബ്രാഹ്മണൻ എന്ന പദപ്രയോഗത്തെ അറിയണമെങ്കിൽ അത് കേവലം കർമ്മകാണ്ഡത്തിന്റെ ഭാഗമല്ല, ജ്ഞാനിയാണെന്ന് പറയപ്പെടുന്ന വേഷാഭൂഷാദികളുടെ ഭാഗമല്ല, അതൊരു തലമാണ്. ആ തലത്തിന്റെ മാർഗം ബ്രഹ്മത്തെ അറിയുകയാണ്. ബ്രഹ്മത്തെ അറിഞ്ഞവർ മാത്രമാണ് ബ്രാഹ്മണർ. ആ ബ്രാഹ്മണർ എന്ന് ബ്രഹ്മത്തെ അറിഞ്ഞവരാകുമ്പോൾ ആ ബ്രഹ്മത്തെ ഉപാസിക്കാൻ വിവിധ മാർഗങ്ങളുണ്ട്. അത് തന്നെയാണ് കുലമാർഗത്തിൽ നിങ്ങൾ ആരാധിക്കുന്ന കുലദേവതയും ഈ ബ്രഹ്മത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് കുലാരാധന ചെയ്യുന്നവരും ബ്രാഹ്മണർ തന്നെയാണ്. അതിന് പൂണൂലോ പച്ചക്കറിയോ ഒന്നും തന്നെയല്ല അതിന്റെ മാനദണ്ഡം. നിങ്ങൾക്കു നിങ്ങളുടെ ധർമ്മമാണ്, നിങ്ങളുടെ ധർമ്മം, സ്വധർമ്മം നിധനം ശ്രേയ. നിങ്ങളുടെ ധർമ്മമാണ്, നിങ്ങളുടെ കുലധർമ്മമാണ് നിങ്ങൾക്ക് ശ്രേയസ്കരം. പരധർമ്മോ ഭയാവഹ. പരധർമ്മം, മറ്റവന്റെ ധർമ്മം എന്തു തന്നെയായാലും നിങ്ങൾ സ്വീകരിക്കേണ്ട. അത് സന്യാസി പറഞ്ഞാലും ആര് പറഞ്ഞാലും നമ്മൾ തന്നെ പറഞ്ഞാലും ഓടാ എന്ന് പറയാൻ നിങ്ങൾ തയ്യാറായില്ലെങ്കിൽ സനാധർമ്മം എന്നും മോശപ്പെട്ടുകൊണ്ടന്നെ ഇരിക്കും. അതുകൊണ്ട് ഇനിയെങ്കിലും ഇത്തരം ഉപനിഷത്തുകളെ വ്യാഖ്യാനിച്ചുകൊണ്ടും അല്ലെങ്കിൽ പ്രഭാഷണം നടത്തിക്കൊണ്ടും പണ്ഡിതന്മാരും നേതാക്കന്മാരും സന്യാസിമാരൊക്കെ വന്നിട്ട് കർമ്മബ്രാഹ്മണനായില്ലേ, പറവൂർ തന്ത്രി ആയില്ലേ, രാകേഷ് തന്ത്രി ആയില്ലേ, അല്ലെങ്കിൽ കാര്യമാത്ര ആയില്ലേ, അല്ലെങ്കിൽ സന്യാസി ഇന്നാളായി, ചിദാനന്ദപുര സ്വാമി സന്യാസി ആയില്ലേ, അല്ലെങ്കിൽ നാരായണ ഗുരുദേവൻ സന്യാസി ആയില്ലേ എന്നൊക്കെ പറഞ്ഞ നേരത്തെ അതാണ് ബ്രാഹ്മണ്യം എന്ന് പറയുമ്പോ മൂഢാ എന്ന് വേണം. എന്താണ്? അതല്ല ബ്രാഹ്മണ്യം. അതല്ല ഏതെങ്കിലും ഒരു മാർഗം സ്വീകരിക്കുന്നതല്ല ബ്രാഹ്മണ്യം. അതല്ല, അതതിന്റെ പ്രാക്ടീസിന്റെ ആ ഒരു തലം മാത്രമാണ്, ആ ഉപാസനാകാലം മാത്രമാണ്. അതല്ലാതെയും ഒരുപാട് മാർഗങ്ങളുണ്ട്. അതാണ് നിങ്ങളുടെ കുലദൈവ ആരാധന. അത് ചെയ്യുന്നവൻ ജ്ഞാനിയാണ്. നിങ്ങൾക്ക് ശബരിമലയെ പൂജിക്കാൻ പൂണോലും വേണ്ട, ഒന്നും വേണ്ട, അവിടുത്തെ പൂജാവിധി അറിഞ്ഞാൽ മതി. നിങ്ങൾ മലയാള ബ്രാഹ്മണനാണെന്ന് പറയരുത്. മലയാള ബ്രാഹ്മണൻ, തെലുങ്ക്. അപ്പോ ഒന്ന് മനസ്സിലാക്കുക, ഇന്നത്തെ കാലഘട്ടത്തിൽ പോലും ഈ പറയുന്ന ആളുകൾ, ഈ മണ്ടന്മാര് പറഞ്ഞു വെക്കുന്നത് മലയാള ബ്രഹ്മം, തമിഴ് ബ്രഹ്മം, കർണാടക ബ്രഹ്മം, ഹിന്ദി ബ്രഹ്മം, ഉറുദു ബ്രഹ്മം, അറബി ബ്രഹ്മം ഒക്കെ ഉണ്ട് എന്നാണ്. എന്നിട്ട് ഇവരുടെ പേരാണ് ഇത്രേ ബ്രാഹ്മണന്മാർ. കഷ്ടം. അതുകൊണ്ട് ചോദ്യം ചെയ്യാൻ തയ്യാറാവുകയും ഒക്കെ വേണം. പക്ഷെ തർക്കത്തിന് വേണ്ടി ആകരുത്, പോരാട്ടത്തിന് വേണ്ടി ആകരുത്. ഇങ്ങനെ ഉണ്ടാവരുത്. ജാതികൾ കുലമാണ്. നമ്പൂതിരി കുലമാണ്, നായര് കുലമാണ്, പാണൻ കുലമാണ്, പറയനും ചെറുമനും പുലയനും ഒക്കെ കുലമാണ്, ഇഴവനൊക്കെ കുലമാണ്. ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഒരു തലമാണ്. കുലമല്ല, ഒരു തലമാണ്. അത് വർണ്ണത്തിന്റെ കാര്യത്തിലാണെങ്കിലോ, വർണ്ണം വരിക്കുന്നതാണ്, ജാതി മോശമാണെന്ന് പറയുമ്പോൾ ജാതിയും വർണ്ണവും ഒക്കെ ബ്രഹ്മജ്ഞാനം ഉണ്ടായി കഴിഞ്ഞാൽ പോകണം. എന്താണ്? അവിടെയാണ് കൗളമാർഗം പറയുന്നത്, ഗതം ശൂദ്രസ്യ ശൂദ്രത്വം വിപ്രസ്യാപീജ വിപ്രദ ദീക്ഷാ സംസ്കാര സമ്പന്നം. ആ ഒരു ബ്രഹ്മജ്ഞാനത്തിന്റെ ഭാഗമായിട്ട് ഗുരുവിൽ ദീക്ഷ ലഭിക്കുന്നതോട് കൂടിയിട്ട് സത്യബോധ ദർശനം ഉണ്ടാകുന്നതോട് കൂടി എന്താണ്, ഇതൊക്കെ ദൂരെ പോകും. പിന്നെ എന്ത് ചാതുർവർണ്ണ്യം, എന്ത് ജാതി, എന്ത് കുലം, അപ്പൊ അതൊക്കെ വിട്ടുപോട്ടെ. എപ്പോഴാണ് നിങ്ങൾ സനാതനി, നാശമില്ലാത്തവനായി എന്ന് നിലനിൽക്കുന്നവനായിട്ട്, എന്നും നവമായിട്ടും എന്നും പുരാതനമായിട്ട് എന്നും നിലനിൽക്കുന്ന സത്യമായി നിൽക്കുന്ന സത്യം ബ്രഹ്മം മാത്രമാണ്. ബ്രഹ്മസത്യം, ജഗത് മിഥ്യാണ്. നമുക്ക് ജഗത്ത് മിഥ്യയല്ല, ജഗത്തും സത്യമാണ് നമ്മളെ സംബന്ധിച്ച്. അപ്പൊ എന്തായാലും ശരി, സർവം സത്യമായിരിക്കുന്ന അതായി മാറാൻ നിങ്ങൾക്ക് ഏകർക്കും ആകട്ടെ. സനർമ്മത്തിന്റെ ഗ്രന്ഥങ്ങളെല്ലാം വിശാലമാണ്, അതിൽ അറിവുകൾ വിശാലം, സനാധർമ്മം വിശാലമാണ്. അതുകൊണ്ട് അതിനേക്ക് അർത്ഥത്തിൽ മനസ്സിലാക്കുക. ഉള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ, ഇത്തരം വിചാരസത്രങ്ങളുടെയൊക്കെ അവസരങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങൾ തയ്യാറാവുക. അത്തരത്തിൽ സത്യസന്ധമായിട്ട് വിചാരം ചെയ്യുക, പക്ഷഭേദമില്ലാതെ വിചാരം ചെയ്യുക, എല്ലാവരെയും ഒരുപോലെ കാണുന്ന, എല്ലാവരെയും ബ്രഹ്മമായി കാണുന്ന, ഒന്നിലും ഭേദബുദ്ധി കാണുന്ന, പാക്കനാരിലും പറയലിലും എട്ടുവനും ഉള്ളതിലും ഒക്കെ ഇല്ലേ, രചകനിലും, അങ്ങനെ എല്ലാവരിലും, അഗ്നിഹോത്രിയിലും ഒക്കെ
ഒക്കെ ബ്രഹ്മത്തെ കാണുന്ന ഒരു സമൂഹത്തെ വാർത്തെടുക്കണമെങ്കിൽ പക്ഷഭേദമില്ലാതെ താൻ ശരിയെന്നല്ല എല്ലാം ശരിയെന്ന് പറയുന്ന വാദങ്ങൾ തന്ത്രത്തിന്റെ കാഴ്ചപ്പാട് പറഞ്ഞ സർവദർശന നിന്ദ അനിന്ദ ഒന്നിനെ നിന്ദിക്കാത്ത തലത്തിലൂടെ വിചാരം ചെയ്യുന്ന സത്രങ്ങൾ ഉണ്ടായത്. നിങ്ങൾ ഓരോരുത്തരും വിചാരം ചിന്തിച്ചിട്ട് മുന്നോട്ട് പോവുക തന്നെ വേണം. അല്ലാതെ ഈ എന്റേത് ശരി എന്റേത് മാത്രം കുറെ ആൾക്കാർ ഉണ്ടാവണം മറ്റൊക്കെ കുറച്ചും കുഴപ്പമില്ല എന്നാലും കുറച്ചും കൂടി നന്നാവാം, ഇറച്ചി മീനൊക്കെ കുഴപ്പമില്ല പക്ഷെ എന്നാലും ഒരു പച്ചക്കറി ആവാം എന്നൊക്കെ പറഞ്ഞ് മനുഷ്യന്മാരുടെ ഇടയിൽ പിന്നെയും ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ തീറ്റയും കൂടി അല്ല സനാതനം എന്നുള്ള രീതിയിലെങ്കിലും പ്രചരിപ്പിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാവട്ടെ. അതുകൊണ്ട് ശരിയെന്ന് നമ്മുടെ ആശയങ്ങൾ നമ്മുടെ ദർശനങ്ങൾ ശരിയെന്ന് തോന്നുന്ന പക്ഷം നിങ്ങൾക്ക് പ്രചരിപ്പിക്കാം, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഇത് പറയാം. ഐക്യത്തിനും ഒത്തൊരുമയ്ക്കും ഈ ധർമ്മത്തെ നിലനിർത്തുന്നതിനും അത് ആവശ്യമാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ചെയ്യാം, അല്ലെങ്കിൽ വിട്ടുകളയാം. എന്നാലും ഏവരെയും ആദ്യമുത്തൻ ചാത്തപ്പനും രണ്ടാളമുത്തപ്പനും മൂലസ്ഥാനവും കരുനീലമ്മയും ഒത്തുപെറ്റ കുട്ടിച്ചാത്തന്മാരും സകല പഠിഭാനുമക്കൾ അനുഗ്രഹിക്കട്ടെ. നമ്മളെപ്പോഴും ധർമ്മപക്ഷം നിങ്ങളുടെ ഒപ്പം തന്നെയുണ്ട്. നമസ്തേ ഹരി നമ ചണ്ടാള രൂപായ കുരു ശ്രീപാദകാം പൂജയാമി ചണ്ടാളോഹം. ജയ് ഹിന്ദ്, വന്ദേ മാതരം.